ഓക്കെ, ഷെയർ ചെയ്തോ? കേൾക്കുന്നുണ്ടല്ലോ. ആ ഒരു സെക്കൻഡ്. ഷെയർ ആയില്ലേ? ആ, ഷെയർ ആയി. ഓക്കെ, എന്നിട്ട് ഫേസ്ബുക്ക് എടുത്തോ? ഫേസ്ബുക്കും ബ്രോ ഒരു സെക്കൻഡ്. ഫ്ലിപ്കാർട്ടും. ആ, ഇതാണ് സാധനം. ഇവിടെ ആ, ലിങ്ക് എന്ന് ആ, പറഞ്ഞിട്ട് ഓക്കെ, മനസ്സിലായി. ഞാൻ കണ്ടത്. എടാ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്, ഒന്ന് കേറാമോ? ആ അതിലാ മറ്റേ സാധനം ചെയ്യുന്നത്, മറ്റേ ഫ്ലിപ്കാർട്ട്. ആ നമുക്കറിയണ്ടേ, ഞാൻ ജോയിൻ ആയി അതില്. ആ ബ്രോ പറഞ്ഞോ. ആ, കേറുന്നുണ്ടോ? മറ്റേ പുള്ളി കേറുന്നുണ്ടോ? ആ അവന് ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ബ്രോ ഞാൻ അന്ന് പറഞ്ഞില്ലേ നമുക്ക് ഈ ഒരു സാധനം മറ്റേ ഇഷ്യൂ ആയിട്ട് കിടപ്പുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഇഷ്യൂ ആയിട്ട് കിടപ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റിട്ടേൺ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കത് നോക്കാൻ അറിയില്ല. ആ, ഓക്കെ ഓക്കെ. ഇപ്പം സൈഡിൽ വന്നല്ലേ. ഫോം എടുത്തോ? എന്താ ഫോം എടുത്ത് ലോഗിൻ. ഓക്കെ എന്തായി? ഓക്കെ അല്ല ഹോം എടുത്തായിരുന്നു. ആ, ഓക്കെ ഓക്കെ. ലിസ്റ്റിംഗ്, ഇൻവെന്ററി. ഇൻവെന്ററി എടുത്തേ? ഇൻവെന്ററി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റുമോ? ഈ സൈഡ് കിടക്കുന്ന എനിക്ക് തോന്നേ. ആ, ഓക്കെ. അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടേ. എനിക്ക് തോന്നി, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. മോർ എടുത്തേ? മോർ നല്ലത്. ഓർഡേഴ്സ് റിട്ടേൺസ് എടുത്തേ? അത് ക്യാൻസൽ ചെയ്യണം. ഓൾ റിട്ടേൺസ്. ഓക്കെ. സൈഡിലോട്ട് നോക്കിയാ? എന്താ കേട്ടില്ല? സൈഡിലോട്ട് എത്ര ഉള്ളോ അത്രേ ഉള്ളൂ. സ്റ്റാറ്റസ്? അതെടുത്തേ? ഇതാണോ? ആ,
അവിടെ ആ ഫ്ലോട്ട് ക്ലിക്ക് ചെയ്തു. അപ്പം സാധനം കിട്ടിയിട്ടില്ല ആയിട്ട്. ഇല്ല കിട്ടിയിട്ടില്ല. അപ്രൂവ്ഡ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടല്ലോ. ഡേറ്റ് ജനുവരി 17, ഫെബ്രുവരി 1. ഒന്നാമത്തെ കാര്യം അവര് അവിടുന്ന് തന്നെ അത് സെറ്റ് ചെയ്ത് പോകുന്നതാണ്. അതാണ് അവിടെ തന്നെ കിടപ്പുണ്ടാവും. പിന്നെ പുള്ളിയെ ചോദിച്ചിട്ട് എന്ത് പറഞ്ഞേ? അല്ല പുള്ളി പറഞ്ഞത് ഈ സാധനം നമ്മള് നോക്കിയിട്ട് അവിടെ എന്തോ ഒരു വെയർ ഹൗസിലുള്ള ഒരു പാർട്ടിയുടെ നമ്പർ തന്നിട്ടുണ്ട്. പുള്ളിയെ വിളിക്കണമെന്നാ പറഞ്ഞത്. ഓക്കെ. വിളിച്ചോ? എന്തായി? ഇല്ല വിളിച്ചില്ല. അതെനിക്ക് നമ്പർ പുള്ളി അയച്ചു തരാന്ന് പറഞ്ഞു. അയച്ചു തന്നില്ല? അത് പുള്ളി നമ്പർ അയച്ചു തന്നു. പക്ഷെ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? എന്ത് ഡീറ്റെയിൽസാ കൊടുക്കുന്നത്? വിളിച്ചിട്ട് ഈ സംഭവം പറഞ്ഞാൽ മതി. നമുക്ക് റിട്ടേൺ കിട്ടേണ്ട ഐറ്റം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. വേറെ ഈ സെയിം ഇഷ്യൂ വന്നിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പൊ പുള്ളി ഇതൊക്കെ തന്നെ ചെയ്യുന്നേ. അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് നമ്മളിപ്പോ റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തോ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതിപ്പോ പുള്ളിയെ വിളിച്ചിട്ട് സാധനം അവിടെ ഇല്ലെങ്കിൽ മാത്രം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായോ? പുള്ളിയെ വിളിച്ചാൽ മതി. ആദ്യം വിളിച്ചിട്ട് അത് എന്താണെന്ന് അന്വേഷിച്ചാൽ മതി. അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അവര് തിരിച്ചു തരാൻ പിന്നെ നമ്മളത് ഇങ്ങോട്ട് കിട്ടുന്ന അങ്ങോട്ട് അന്വേഷിച്ചില്ല. ഇതിൽ അവര് റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പെൻസീവ് നൗ അതാണോ? അത് ചിലവരെ ഇടത്തുള്ളൂ റീസൺസ്. ഇതൊന്ന് ക്ലോസ് ചെയ്തായത്. അതെ. ഡെലിവറി റിട്ടേൺ. ഡെലിവറി റിട്ടേണിന്റെ സൈഡിലായിട്ടൊരു ആരോ കീ കണ്ടോ? അതൊന്ന് ക്ലിക്ക് ചെയ്തേ. അവിടെ അല്ല, അറ്റത്തായിട്ട്. ഇതാണോ? അത് തന്നെ അഡീഷണൽ നോട്ട്സ്. അത് തന്നെ. അപ്പം അവര് അല്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് ബ്രോ, നമുക്ക് ഇതിനകത്ത് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഇവര് ഇന്റിമേഷൻ നമുക്ക് വാട്സാപ്പിൽ കിട്ടുന്നില്ലല്ലോ. അത് കിട്ടേണ്ടതാണ് ഒന്നാമത്തെ കാര്യം. ചിലപ്പം അവരുടെ സെർവർ എന്തെങ്കിലും പ്രശ്നമായതുകൊണ്ടായിരിക്കാം കിട്ടാത്തത്. അത് കിട്ടേണ്ടതാണ്. നമുക്ക് ഓർഡർ വരുമ്പം കിട്ടുന്നുണ്ടായിരുന്നല്ലോ അല്ലെ? ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് വാട്സാപ്പില്. ഓക്കെ. അപ്പൊ ഒരു ഈ സംഭവം കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു ഇത് റേസ് ചെയ്യാം. ഓക്കെ, പിന്നെ ടിക്കറ്റ് റേസ് ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അവിടുന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോ അത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അടുത്ത ഓർഡറില് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് സംഭവിക്കുവാണെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി. ഇല്ല ബ്രോ, ഇത് ആ സാധനം മനസ്സിലായോ? റിട്ടേൺ കൃഷ്ണപ്രസാദ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സാധനം നമ്മൾ കംപ്ലൈന്റ് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യണം. കാരണം ഇപ്പൊ നമുക്ക് ഒരുപാട് ദിവസമായി ഈ സാധനം വന്നിട്ട്. അപ്പൊ നമ്മളിത് അറിയുന്നില്ല. കംപ്ലൈന്റ് അതെ, പുള്ളിയെ വിളിച്ചു ചോദിച്ചിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. അപ്പം അത്രയും ടിക്കറ്റ് റൈസ് ചെയ്തു ഏതെങ്കിലും കുഴപ്പമില്ല. അല്ല വിളിക്കാൻ പറഞ്ഞതിന്റെ വേറൊരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പേയ്മെന്റ്സിൽ ഒരു മൈനസ് സംതിങ് കിടപ്പുണ്ട്. മനസ്സിലായോ? അതായത് അത് ടിക്കറ്റ് റൈസ് ചെയ്തില്ലായിരുന്നു. ഇല്ല, അത് എനിക്കറിയില്ല. അതല്ലേ ഞാൻ ബ്രോ അന്ന് തന്നെ വിളിച്ചത്. അത് ചെയ്യാൻ എനിക്കറിയില്ല. സർവീസ് ഒരു 3000 സംതിങ് എന്തോ താഴത്ത്. ഇതാണോ? ഇവിടെ
സർവീസിന്റെ അവിടെ എഴുതി 3.99K. ഇത് തന്നെ ബില്ലിൽ തന്നെ. ഓക്കെ ഇവിടെ അതെ. അത് ക്ലിക്ക് ചെയ്താൽ മതിയോ? പ്രീപെയ്ഡ്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. ഡേറ്റ് ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി. അത് മുന്നേ അല്ലേ? അല്ല ഞാൻ മുമ്പത്തെ ഇത് നമുക്ക് ഈ സാധനം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് ഇടേണ്ടി വരത്തില്ലേ? സർവീസ് എന്നുള്ള പ്രീപെയ്ഡ് അവര് പോസ്റ്റ്പെയ്ഡ് അതേ മേളിൽ കിടപ്പുണ്ട്, പോസ്റ്റ്പെയ്ഡ് ആയിട്ട് വന്നതാണ്. അത് ഓക്കെ ബ്രോ, അതെനിക്ക് മനസ്സിലായി. പക്ഷെ അവര് എന്തിനാണ് അവര് ചാർജ് പിടിച്ചിരിക്കുന്നത്? ആഡ്സ് റൺ ചെയ്യാനാണോ? ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടി നമ്മളത് ഓഫാക്കി ഇട്ടിട്ടുണ്ടായി, പക്ഷെങ്കിൽ അവര് അതിൽ നിന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. പക്ഷെ അവരങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ ആ പിടിച്ചതിന്റെ ബെനിഫിറ്റ് ഒന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ. അല്ല, ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് എന്തായാലും അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുമ്പോൾ ആ ബെനിഫിറ്റ് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കൊരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടി തുടങ്ങത്തുള്ളൂ. അല്ലാതെ ഒരു മാസം 2-3 ദിവസം ചെയ്തെന്നുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. ഒരു മാസം അല്ലെങ്കിൽ ആൾക്കാർക്ക് 6 മാസം കണ്ടിന്യൂസ് ആയിട്ടൊക്കെ റൺ ചെയ്തിട്ടാണ് ഇതിന്റെ ബെനിഫിറ്റിലോട്ട് പോകുന്നത്. മനസ്സിലായോ? അതിന്റെ എഫർട്സും കാര്യങ്ങളൊക്കെ കിട്ടിയാണ് ഓരോ മൈൽ സ്റ്റോണ് മുന്നോട്ട് പോകുന്നത്. അതാണ് അതിന്റെ ഒരു കളി. ഇതിന്റെ വർക്ക് ഫ്ലിപ്കാർട്ട് അതിന് മാത്രം ഫ്ലിപ്കാർട്ടില് വെൻഡേഴ്സ് ഉണ്ടല്ലോ. അപ്പം അവരെയൊക്കെ ബീറ്റ് ചെയ്ത് നമ്മൾ മേളിലോട്ട് പോകണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതില് നമ്മൾ ഇരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നമ്മളിപ്പോ ഡെയിലി നമ്മൾ ഇത്ര രൂപ സ്പെൻഡ് ചെയ്തു, ഓക്കെ, നമ്മൾ പൈസ കൊടുക്കുന്ന പ്രശ്നമില്ല. പക്ഷെ ആ കൊടുക്കുന്ന പൈസക്ക് അവര് തരുന്ന ഡേറ്റ എന്താണ്? ഡേറ്റ നമുക്ക് ഇത് വേണ്ടേ? വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഞാൻ അന്ന് അത് കാണിച്ചിട്ടുണ്ടായി. പ്രോപ്പർ ആയിട്ടുള്ള ഫോട്ടോസ് ഇല്ല, ബാക്ക് ഫ്രണ്ട് സൈഡ് കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ടല്ല. അതൊക്കെ അതില് ഈ നമ്മുടെ പ്രൊഡക്റ്റിനെ മേളിലോട്ട് കൊണ്ടുവരുത്തിക്കാൻ ഉള്ള പ്രോബ്ലംസ് ആണത്. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സംഭവം അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രോബ്ലം ആണത്. ഓക്കെ, മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, അപ്പം ആ സാധനം ഇപ്പൊ അവര് പറഞ്ഞ രീതിക്ക് നമ്മുടെ പുതിയ പ്രൊഡക്ട്സിലെല്ലാം നമ്മൾ ഇതെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പം അവര് പറയുന്ന രീതിയിൽ നമ്മൾ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ സെയിൽ വരേണ്ടതാണല്ലോ. അതെ. അപ്പൊ ഈ 3000 സംതിങ് നമ്മളിപ്പോ അടയ്ക്കണോ? 3000 സംതിങ് അവരെന്തായാലും പിടിക്കും. നമ്മൾ ഇതിന്ന് നമ്മളിപ്പോ സെയിൽ നടത്തി കഴിഞ്ഞാൽ അവരെന്തായാലും പിടിക്കും. 4K എന്തായാലും പിടിക്കും. അല്ല, അത് നമുക്ക് ഇത് വേവ് ഓഫ് ചെയ്യാനായിട്ടുള്ള ഇതൊന്നുമില്ല. വേവ് ഓഫ് ചെയ്യണം. അവര് ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്ന് റൈറ്റ് ചെയ്ത് നോക്കൂ. ചെയ്യാമോ ടിക്കറ്റ്? അത് ചെയ്യാം. റിക്വസ്റ്റ് അവരല്ല, ഓർഡേഴ്സ് ഒന്നുകൂടെ ഓർഡേഴ്സ് എടുത്തേ. അല്ലെങ്കിൽ ഹെൽപ്പ് എടുത്തോ. താഴത്തെ സൈഡിലായിട്ട് ഇപ്പൊ ഈ സൈഡിലായിട്ട്. മൈ ഹെൽപ്പ് സെന്റർ എടുക്കട്ടെ. ഓക്കെ, പേയ്മെന്റ്സ് ആണോ? പേയ്മെന്റ്സ് വേറെ പേയ്മെന്റ്സ് കൊടുത്തോ. One piece or charge for an order. സെക്കൻഡ് വൺ രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ അല്ല,
ജനറൽ കോഴ്സ് ആ അല്ലെങ്കിൽ ഫീ റിലേറ്റഡ് ഇഷ്യൂ അത് കൊടുക്കുക സൈഡിലായിട്ട്. ഫീ റിലേറ്റഡ് പ്രൊസീഡ് ആദ്യം ക്ലിക്ക് ചെയ്തില്ലേ ഇതാണോ? പേയ്മെന്റ് ജനറൽ അതിന്റെയൊക്കെ താഴത്തായിട്ട്. അത് കണക്ഷൻ കട്ടാണോ? കണക്ഷൻ കാണിക്കുന്നില്ലല്ലോ. എന്ത് കണക്ഷനാ? അല്ല ഇവിടെ സ്ക്രീൻ കാണിക്കുന്നില്ല. എന്തോ കണക്ഷൻ പ്രോബ്ലം ആയിരിക്കും തോന്നുന്നു. സ്ക്രീൻ ഉണ്ടല്ലോ. ഉണ്ടല്ലേ? ആ യു പ്രസന്റിങ് എന്നാ കാണിക്കുന്നത്. എന്റെതും റേഞ്ച് ഉണ്ട്. എന്താ ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ. ഹലോ. കാണാമോ? അത് സ്ക്രീൻ സ്റ്റക്ക് ആയിട്ട് ഇരിക്കുന്നത്. എനിക്കിവിടെ നെറ്റും പ്രശ്നമില്ല. എന്നെ കാണാവോ? ഒരു സെക്കൻഡ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, വീഡിയോ ഓഫാണ്. വീഡിയോ ഓഫ് ആണല്ലേ? പക്ഷേ മറ്റേ മാർക്കറ്റ് ആഡ്സിൽ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ കാണുന്നുണ്ടല്ലോ. ഓക്കെ. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ എന്ത് കൊടുത്തേ? അപ്പൊ അത് കൊടുക്കട്ടെ? കൊടുത്തോ? ഇതില് ഓക്കെ. ഈ സംഭവം സൈഡിലോട്ട് മാറ്റുമോ? ഏതാണ് ഈ മേളത്തെ സാധനം? സൈഡിൽ കിടക്കുന്ന അതെ 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 താഴത്തോട്ട്. മൈ ഹെൽത്ത് സെന്റർ എടുക്കും. മൈ ഹെൽപ്പ് സെന്റർ. ഓക്കെ. അത് പിന്നെ ഇത് കൊടുക്കുക, പേയ്മെന്റ്സ് കൊടുക്കും. പേയ്മെന്റ്സ് ആണോ അതോ അക്കൗണ്ട് റിലേറ്റഡ് ആണോ? നമുക്കിപ്പം പേയ്മെന്റിന്റെ വിഷയമാണല്ലോ, പേയ്മെന്റ് കിട്ടാനുള്ളതാണല്ലോ. ഇപ്പം പേയ്മെന്റ് നമ്മൾ അതിൽ നിന്ന് പിടിച്ചല്ലോ. ആഡ്സിന്റെ സെക്ഷൻ കൂടെ ഉണ്ട് ഇതില്, അഡ്വർടൈസ്മെന്റ് സെക്ഷൻ ഉണ്ട്. അപ്പം പേയ്മെന്റ് കൊടുത്താലും നമുക്ക് അവരെ കണക്ട് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ വേറെ ചെയ്യാനൊന്നുമില്ല. നമുക്കപ്പോ ഏതെങ്കിലും കൊടുത്താലും മതി. അതിനായിട്ട് കണക്ട് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. ബ്രോ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് പിന്നെ കാണിച്ചു തരുമോ? ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് ഉടനെ ചെയ്യാലോ.
മനസ്സിലായോ? അപ്പൊ മനസ്സിലായി. ഞാനിപ്പം ഞാൻ അഡ്വർടൈസ്മെന്റ് പറഞ്ഞില്ലേ ഏരിയ മാത്രം ഞാൻ നോക്കിയാ മതിയല്ലോ. അല്ല എന്റെ ഇതിനകത്ത് ഇതിനകത്ത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഉം. ഈ പറഞ്ഞ പോലെ പേയ്മെന്റ്സിൽ അവര് ഉം. വേവ് ഓഫോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ 3000 അതെ അതെ. അല്ല എന്തായാലും നമ്മളത് ചോദിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ. അപ്പൊ എന്താ കാര്യം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. വേറെ നമ്മള് ഓൾറെഡി ഓട്ടോ ഓഫ് ചെയ്തിട്ടുണ്ടായി, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതെ. ഓൾറെഡി നമ്മള് ഈ ഒരു സെയിം ഇഷ്യൂ നമ്മള് റേസ് ചെയ്തിട്ടുള്ളതാ. അതിലൊക്കെ ഇവര് പറയുന്നത് പ്രോപ്പർ ആയിട്ടൊരു ആൻസർ ഇല്ല എന്നുള്ളതാ അവരുടെ കയ്യിന്ന്. ഉം, മനസ്സിലായോ? ഉം. അതാണ് അവര് പറയുന്നത് വെച്ചാല് പിന്നെ അഡ്വർടൈസ്മെന്റ് ആ ഒരു സമയത്തൊന്നും റൺ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവര് പറയുന്നത്. റൺ ചെയ്യുമെങ്കിൽ അവര് ഇങ്ങനെ പിടിക്കും എന്നുള്ള രീതിയിലാ. മനസ്സിലായോ? ഓക്കെ. ഉം. ആഹ് എന്ന് വെച്ചാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ പിന്നെ നമ്മുടെ ഇതിന്ന് ഓട്ടോമാറ്റിക് ജനറേറ്റ് ഇത് ഇത് ചെയ്യുക എമൗണ്ടേ. ആ. എമൗണ്ട് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്വർടൈസ്മെന്റിന് വേണ്ടി കൊടുക്കുന്നു. അതാണ് മെയിൻ പ്രോബ്ലം ഇവിടെ. ഉം, ഉം, ഉം. അത് ഓൾറെഡി നമ്മൾ ഇത് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നമുക്കപ്പോ പേയ്മെന്റ് ഫീ റിലേറ്റഡ് ഇഷ്യൂസ് മൂന്നാമത്തെ സെക്ഷൻ. ഫീ അവിടെ അല്ല, അവിടെ അല്ല. ഒന്ന് ബാക്കിലോട്ട് നോക്കി. ഇപ്പുറ സൈഡ്, ഈ സൈഡിലായിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ, ഈ സൈഡിലായിട്ട് മൂന്നാമത്തെ. അതെ അതെ അതെ. ബ്രോ ഇതിപ്പം അല്ലല്ല ഇതിപ്പോ ഈ പ്രശ്നമായിട്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ട് എന്താ പറയാ നമ്മൾ ഇത്രയും കാശ് മുടക്കി ഈ സാധനം ചെയ്തിട്ടേ ബെനിഫിറ്റ് ഇല്ല എങ്കിൽ ഓ ഉം. നമുക്കെങ്കിലും സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. ഏതിലോട്ട്? ആമസോണിലോട്ടോ എന്തെങ്കിലും. ആമസോണിലൊക്കെ ഇത് ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ആമസോണിലൊക്കെ ഈ ഒരു ചാർജിന്റെ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. അതിലൊന്നും എല്ലാ പ്ലാറ്റ്ഫോമും കണക്കാണ്. ഓക്കെ. എല്ലാ ഇത് അവര് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തു. IMI charged extra for shipping അതല്ല. ഫീ റിലേറ്റഡ് നമുക്ക് കിട്ടാൻ വേണ്ടിട്ടാണ്. ഓക്കെ. കൊടുത്താൽ മതി. ഇതില് തന്നെ ഓപ്ഷൻ ഉണ്ടോന്ന് തന്നെ നമുക്ക് സംശയമാണ്. ഇപ്പം അവരുടെ കണക്ട് ചെയ്യാനുള്ള ചിലതൊന്നും ഓപ്ഷൻ ഉണ്ടാവില്ല. ചിലവര് 2-3 ഓപ്ഷൻ ഉണ്ടാവും. നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഇത് ഡാറ്റാസ് ഉണ്ടാവില്ല. താഴത്തോട്ട് പോകാം. താഴത്തോട്ട് പോകുമോ? താഴത്തോട്ട് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും നോക്കട്ടെ. താഴത്തോട്ട് പോകുമോ? ആ ഒരു പ്രോബ്ലം അല്ല. എന്നിട്ട് നോ കൊടുക്കും. ഓക്കെ. എന്നിട്ട് സൈഡില് റൈസ് സപ്പോർട്ട് ടിക്കറ്റ് കൊടുക്കും. ഓക്കെ. എന്നിട്ട് അത് മാറ്റി സബ്ജക്റ്റ് മാറ്റിക്കോ. എന്നിട്ട് പിന്നെ വൈറ്റ് ചാർജിന്റെ എക്സ്ട്രാ അഡ്വൈസിങ് എമൗണ്ട് മതിയല്ലോ. ഓക്കെ. ഡിസ്ക്രിപ്ഷൻ അതുപോലെ എന്തെങ്കിലും ലോഡ് ഫയൽസ്
ആ ഓക്കെ, ഇതില് കുറച്ച് ഡീറ്റെയിൽസ് എന്നിട്ട് ഇതൊന്ന് കോപ്പി ചെയ്ത് വെച്ചേക്ക്. ഇതൊന്ന് എന്താ? ആ, ഈ സംഭവം ഒന്ന് കോപ്പി ചെയ്തിട്ടേ, ആ, കോപ്പി ചെയ്തിട്ട് നോട്ട്സിലോട്ട് എല്ലാം പേസ്റ്റ് ചെയ്ത് വെച്ചേക്ക്. പിന്നെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫുള്ള് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. ആഡ് മോർ ഫയൽസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ. ഫയല് പിന്നെ ഏതെങ്കിലും ഒരു ഫയല് ആഡ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഫയൽ എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ടോ, ഇപ്പൊ വേറൊരു ടാബ് ഓപ്പൺ ചെയ്യുക ഇതിലെ. ഉം. ഹലോ, ആ, ഓപ്പൺ. വേറൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഓർഡേഴ്സ് എന്തെങ്കിലും എടുത്തല്ലേ, ഓർഡേഴ്സിന്റെ സെക്ഷൻ എടുത്താലും മതി. ഓർഡേഴ്സ് പേയ്മെന്റ് ആക്റ്റീവ് ഓർഡേഴ്സ്. ആക്റ്റീവ് ഓർഡേഴ്സിന്റെ സെക്ഷൻ എടുത്തിട്ടാണേല് വ്യൂ മേളിൽ കാണിക്കുന്ന ആ ഓപ്ഷൻ അല്ലേ, വ്യൂ അങ്ങോട്ട് പേയ്മെന്റ്സ് അല്ലേ ബ്രോ നമുക്ക് എടുക്കേണ്ടേ? പേയ്മെന്റ്സ് ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ടാ. അത് നമുക്ക് ഇത് തന്നെ കൊടുക്കാം. കൊടുത്തോ. രണ്ടും ഡിഫറെന്റ്. ഇവിടുന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ, ഒന്നാമത്തെ ഇവിടുന്നായിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ, ഇത് പേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോ. അതുപോലെ തന്നെ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള പേജിലെയും സ്ക്രീൻഷോട്ട് എടുത്തോ. പിന്നെ സ്റ്റോപ്പ് ആയെന്ന് തോന്നുന്നു. പിന്നെയും സ്ക്രീൻ സ്റ്റക്ക് ആയി കേട്ടോ. ഹലോ, ഓക്കെ ഇപ്പൊ ശരിയായി. ഓക്കെ, എടുത്തല്ലോ. ഇതാണ് സേവ് കൊടുത്തു. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അകത്തുള്ള അത് 3.99 ക്ലിക്ക് ചെയ്യും. അവിടെ അല്ല 3.99 അതല്ല, ബാക്കോട്ട് വന്നില്ല. രണ്ടെണ്ണം റിട്ടേൺ വന്നിട്ടുണ്ടല്ലോ. 179 അത് മുന്നത്തതായിരിക്കും. അത് മുന്നത്തെ റിട്ടേൺ ആയിരിക്കും. വേറെ ഏതെങ്കിലും റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നോ? സാധനവും വന്നിട്ടില്ല. ഒരു സാധനം വന്നിട്ടില്ല. ഇല്ല. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തേ. ഇതാണോ? അത് ക്ലിക്ക് ചെയ്തേ. ഡേറ്റ് സെപ്റ്റംബർ 30-ലാണ്. അതെ. ഒക്ടോബർ 14-ന് തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഒക്ടോബർ 14 ഇപ്പൊ ഇതിന്റെ അതായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്ത് വെച്ചോ. ഇത് കളഞ്ഞു. ഇത് ഓക്കെ. എന്നിട്ട് ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടേ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കണ്ടേ. സേവ് ചെയ്തോ? അത് സേവ് ആയിട്ടുണ്ടല്ലോ.
എന്തായി? ആയില്ലേ? ഇത് 3 കൊടുത്തേക്കാം. അവന്മാര് വിളിക്കുമ്പോ ഇത് 2 ഇഷ്യൂസും കൂടെ അങ്ങ് പറയാം. ആ ആ സബ്മിറ്റ് ടിക്കറ്റ് കൊടുത്താൽ മതിയോ? സബ്മിറ്റ് ഇമേജ് കൊടുത്ത് ഓർഡർ ഇതും കൂടെ കൊടുത്ത് താഴത്തെ കൂടെ കൊടുക്കണം. ഏതാ? താഴത്തെ കൂടെ കൊടുക്കണം, എന്നാലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇതാണോ? ഇമേജ് ഏറ്റവും താഴത്തെ എന്തായാലും ഓർഡർ ഐ ഡി കൊടുക്കണം ഓൾറെഡി. ഇതാണോ? അതിലും കൂടെ ഇമേജ് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കും. കൊടുക്കാത്ത ഇമേജ് ആഡ് ചെയ്യണം. അതിൽ 3 കൊടുത്തല്ലോ. മൂന്നെണ്ണം കൊടുത്തോ? എന്നെങ്കിൽ കുഴപ്പമില്ല, അത് ആഡ് ചെയ്തു. കുഴപ്പമില്ല, ഏതെങ്കിലും ഇമേജ് ആഡ് ചെയ്തു. ഓക്കെ. ഈ ഓർഡർ ഐ ഡി എന്താ കൊടുക്കണ്ടേ? ഓർഡർ ഐ ഡി നമ്മുടെ ഇപ്പൊ ഉള്ള വേറെ ടാബ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഓർഡർ ഐ ഡിയും കൂടെ കൊടുത്തോ. റിട്ടേൺ വന്നതിന്റെ ഓർഡർ ഐ ഡി എല്ലാം ഉണ്ടെങ്കിൽ കൊടുത്തോ. ഓർഡർ ഐ ഡി ഫസ്റ്റ് കിടക്കുന്നു. ഇതല്ലേ? ആ സബ്മിറ്റ് കൊടുത്തോ. സബ്മിറ്റ് ടിക്കറ്റ്. ഓക്കെ, ടിക്കറ്റ് ഇപ്പോൾ റേസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ബ്രോ. ടിക്കറ്റ് നോക്കുന്ന കൂടെ കാണിച്ചില്ല. ടിക്കറ്റ് നോക്കുന്നത് താഴത്ത് തന്നെ. ടിക്കറ്റ് ഹെൽപ്പിന്റെ അവിടെ ഉണ്ട്. അത് നമ്മൾ താഴത്തെ ഹെൽപ്പ് ക്ലിക്ക് ചെയ്തല്ലോ. നമ്മള് ഹോം എടുത്തിട്ടാണേലും ഹെൽപ്പിന്റെ അവിടെ മൈ ഹെൽപ്പ് സെന്റർ എടുത്തിട്ട് മൈ ഹെൽപ്പ് സെന്റർ. ഓക്കെ, മൈ ടിക്കറ്റ് തേർഡിലായിട്ട് ദേവന്മാർ ഇതെല്ലാം റിസോൾവ് എന്ന് പറഞ്ഞിട്ടേക്കുക. ടിക്കറ്റ് ഇത് മുന്നേ റേസ് ചെയ്താണോ ഇത്? ഞാനല്ല, അത് ബ്രോ തന്നെ അന്ന് ചെയ്തതാ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം ബ്രോ, നമുക്കേ ഈ സാധനം നോക്കാം. നാളെയും കൂടെ നോക്കിയിട്ട് നമുക്ക് പൈസ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പൈസ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവന്മാർ അതും കൂടെ കൊണ്ടുപോകുന്നെങ്കിലോ? പൈസ നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് മെച്ചേന്നല്ലേ നമ്മള് അഡ്വർടൈസിങ് ചെയ്യാൻ നോക്കുന്നത്. അല്ല, ഇതിലും ചെയ്യണം. ഇതില് നമുക്ക് റേറ്റ് ഒന്ന് ഇതാക്കണ്ടേ? റേറ്റ് എന്താകാൻ മനസ്സിലായില്ല. ഇപ്പൊ ഇതില് നമ്മൾ ഇട്ടിരിക്കുന്ന സാധനം എല്ലാം 999 ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആ സാധനം ഒന്ന് മാറ്റിയിട്ട് അത് കുറയ്ക്കാൻ വേണ്ടി ഡൗൺ ചെയ്യാൻ വേണ്ടിട്ടല്ലേ റേറ്റ്? റേറ്റ് ഡൗൺ മാത്രമല്ല, അതില് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഓഫേഴ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഓക്കെ, മനസ്സിലായി. നമുക്ക് വേറൊരു സാധനം കൂടെ ഇപ്പം ചെയ്തിടാം. അത് ഇപ്പം നമുക്ക് ഗ്രോത്ത് എടുത്തേ. ഗ്രോത്ത് ഓക്കെ, എന്നിട്ട് ഫ്ലിപ്കാർട്ട് പ്രൊമോഷൻസ് എടുത്തേ. 4ാമത്തെ അത് കളഞ്ഞത്. ഓക്കെ, എന്നിട്ട് യുവർ ഓഫേഴ്സ് മേളിൽ കിടക്കുന്ന യുവർ ഓഫേഴ്സ്. ഓക്കെ, അവൈലബിൾ ഓഫേഴ്സ് എടുത്ത് തന്നെ അവൈലബിൾ ഓഫേഴ്സ്. എന്നിട്ട് ഈ താഴെ ഓഫർ ടൈപ്പ് ഉണ്ട്, അത് മാറ്റി
ഓഫ് ടൈപ്പ് ഒന്ന് ഓഫർ ടൈപ്പില് ഈ സ്റ്റാറ്റസ് ഒന്ന് മാറ്റിയോ, സ്റ്റാറ്റസ് മാറ്റിയിട്ടാണ് സ്റ്റാറ്റസ് മാറ്റിയിട്ട് ഓൺ ഗോയിങ് ഇട്ടാൽ മതി. ഓൺ ഗോയിങ് അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്താണ്. അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് 20% താഴത്തോട്ട് സ്ക്രോൾ ചെയ്തു. ഇതെന്ന് വെച്ചാൽ അവര് കൊടുക്കുന്ന ഓഫേഴ്സ് ആണ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതെടുത്തിട്ട് നമ്മൾ ഇടുമ്പോൾ അവര് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യും കസ്റ്റമേഴ്സിലോട്ട്. അതാണ് സംഭവം. 20 താഴത്തോട്ട് നമുക്കിപ്പോ എത്രയില ഇടണ്ടേ? എത്ര എമൗണ്ടാ ഉദ്ദേശിക്കുന്നത്? ഒരു 799 അല്ലേ? ഇപ്പം 999 അല്ലേ കിടക്കുന്നത്? ഇപ്പൊ 999 കിടക്കുന്നത്. 799 അല്ലേ? അപ്പം എത്ര പെർസെന്റേജ്? ഒരു 20% അല്ലേ? പെർസെന്റേജ് വൈസും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രൈസിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന രീതിയിലും ഉണ്ട്. ബ്രോ, എനിക്ക് ആദ്യം ചെയ്യേണ്ട സാധനം അത് മറന്നുപോയി. നമ്മുടെ MRP ഇരിക്കുന്ന 1999 ആണ്. ഓക്കെ, അത് കുഴപ്പമില്ല. 1999 ഓക്കെ, അത് അങ്ങോട്ട് ചെയ്യാം. അല്ല, എനിക്ക് ആ സാധനം ഒന്ന് കുറയ്ക്കണം അല്ലേ? ഓക്കെ, അപ്പൊ അത് ഒറ്റ സ്റ്റെപ്പിന് എല്ലാം കൂടെ മാറുന്ന ഇത് എന്തെങ്കിലും ഓപ്ഷൻ? അതപ്പം ആണെങ്കിൽ അത് എടുത്തോ. എന്നെങ്കിൽ ലിസ്റ്റിംഗ് എടുത്തോ. ലിസ്റ്റിംഗ് ഓക്കെ. അത് മൈ ലിസ്റ്റിംഗ് എടുത്തോ. എന്നിട്ട് ബൾക്ക് ആക്ഷൻ എടുത്തേ. ബൾക്ക് ആക്ഷൻ വലത്തേക്ക്. ഇതെല്ലാം സെലക്ട് ചെയ്തേ. ഏറ്റവും മേളിൽ കൊണ്ടുപോയിട്ട് എടുത്തേ. അല്ല, റിക്വസ്റ്റ് ഡൗൺലോഡ് എടുത്തേ. റിക്വസ്റ്റ് ഡൗൺലോഡ് കാറ്റലോഗ് ഫയൽ എടുത്തോ. അതല്ല, വന്നില്ലേ ഇതില്? മറ്റേ അത് സെലക്ട് ചെയ്തിട്ട് ഇത് കൊടുത്തോ. റിക്വസ്റ്റ് ഡൗൺലോഡ് കൊടുത്തിട്ട് കാറ്റലോഗിന് മേലിലുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ലിസ്റ്റിംഗ് ഫയൽ കൊടുത്തോ. എന്നിട്ട് ജനറേറ്റ് ആവും. അപ്പം അതിൽ നിന്നാണ് ഡൗൺലോഡ് ഓപ്ഷൻ വരിക കേട്ടോ. ഓപ്ഷൻ ജനറേറ്റ് ആവും. എന്നിട്ട് നമ്മളെ ലാസ്റ്റ് ഡൗൺലോഡ് കൊടുത്തോ. ഓക്കെ, എത്ര 31 ഉള്ളോ? അപ്പൊ നമ്മൾ ഒന്നുകൂടെ അത് ഫുള്ള് സെലക്ട് ചെയ്യണം. അപ്പം ഒരു കാര്യം ചെയ്യും. അല്ല, അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നമ്പേഴ്സ് ഏറ്റവും ലാസ്റ്റ് പോകുക. ഏറ്റവും താഴത്തോട്ട് പോകുക.
20 നമ്പേഴ്സിന്റെ ആണ് ഇത് കിട്ടിയേക്കുന്നത്. എന്നിട്ട് അത് അത് മാറ്റിക്കുക. അതാണ്. എന്നിട്ട് 30 മാറ്റിയിട്ട് 100 ഇടുക. എന്നിട്ട് ഇതിവിടെ ഫുള്ള് ക്ലിക്ക് ചെയ്യും. ഫുള്ള് അതല്ല അത് കൊടുക്കല്ലേ. ഫുള്ള് ക്ലിക്ക് ചെയ്യും. ഫുള്ള് അവിടെ ഇപ്പൊ എത്ര ലിസ്റ്റിംഗ് ആണ്? 174 അപ്പൊ ഒരു കാര്യം ചെയ്യും. ഒറ്റ മിനിറ്റ് അത് തൊട്ട് താഴത്തെ ചെറിയൊരു ആരോ ഉണ്ടോ? തൊട്ട് താഴത്തായിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തേ. ഓൾ പേജസ്. ഓക്കെ. എന്നിട്ട് പിന്നെ ഇത് കൊടുക്കും. റിക്വസ്റ്റ് ഡൗൺലോഡ് കൊടുത്തു. ലിസ്റ്റിംഗ് ഫയല്. ഓക്കെ. ഓക്കെ. എന്നിട്ട് ഇത് MRP ചേഞ്ച് ചെയ്തോ. എത്രയാന്ന് വെച്ചാൽ 1000. അത് ട്രാഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ആക്കിയാലും മതി. ആ സൈഡിൽ പിടിച്ചിട്ട് നോർമലി എത്രയാ? 1200 ആണോ? 1000 ഡിപ്പെൻഡ് വൈസ് ആണ്. ഒരേ ക്ലയന്റ് ഒരേ റേറ്റ് ഇടുക. ഡിപ്പെൻഡ് വൈസ് ആണ്. അല്ല 1200 എന്നുള്ള 1999 ഇട്ടാൽ മതി. 1200 ഇടണ്ട. 1999 എന്നുള്ള ഒരു ഫിഗർ അതാണ് ബ്രോ നല്ലത്. പക്ഷെ അതിൽ നിന്ന് അപ്പൊ അല്ല സോറി 1199. 1199. ഓക്കെ. അത് ഫുള്ള് ട്രാഗ് ചെയ്ത് താഴത്തോട്ടിട്ടാൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. വരൂല. ഓക്കെ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അതൊന്നിട്ട് എന്നിട്ട് അത് അല്ല വെയിറ്റ് എന്നിട്ട് ആ സേവ് ചെയ്തോ. ഓക്കെ. സേവ് ആയല്ലോ. എന്നിട്ടത് അപ്ലോഡ് അത് അല്ല ആണല്ലോ. ഓക്കെ. Error in upload. ഓപ്പൺ ചെയ്ത് അറിയാൻ പറ്റില്ലേ? ഡൗൺലോഡ് കൊടുത്തോ. ചില ഫിഗേഴ്സ് MRP മാറ്റാൻ പറ്റില്ല എന്നുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നോക്കട്ടെ.
Maximum retail price is not within allowed limit. Average price is 1,999. ഒരു വട്ടം അത് ചെയ്ത് കഴിഞ്ഞാൽ ആകത്തില്ല. അല്ലെങ്കിൽ ഇത് നമുക്ക് ടിക്കറ്റ് റൈസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എന്നിട്ട് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടുന്ന് റെഡിയാക്കും. Okay. നമുക്ക് എല്ലാ സംഭവവും നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. Okay, okay. അപ്പൊ അതും കൂടെ വേണമെങ്കിൽ ഒരു ടിക്കറ്റ് നമുക്ക് റൈസ് ചെയ്തൂടെ? ആ റൈസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് റൈസ് ചെയ്താൽ മതി. അതും കൂടെ അങ്ങ് ഇട്ട് കഴിഞ്ഞാലേ പാരലലി ആ സാധനം ചെയ്ത് വരൂലേ? ആ പിന്നെ അത് താമസിക്കാൻ സാധ്യതയുണ്ട്. കിട്ടോ കുഴപ്പമില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ എന്തായാലും നമുക്ക് നാളത്തേക്ക് മറ്റത് കിട്ടുമല്ലോ. അപ്പൊ നാളെ നമുക്കൊന്ന് ഇരിക്കാം. മറ്റേ കിട്ടുമ്പോ ഇതൊന്ന് സൂചിപ്പിച്ചേക്കാം. ഇതൊന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇതും പറഞ്ഞു. ഇല്ല. ഓക്കെ, ഓക്കെ. അപ്പൊ അവര് വിളിക്കുമല്ലേ? വിളിക്കും. ഓക്കെ, ഓക്കെ. വിളിക്കുമ്പോ അത് അറ്റൻഡ് ചെയ്യണം. പറഞ്ഞാ മതി. ഹിന്ദി അറിയില്ലല്ലോ അല്ലേ? ഹിന്ദി അറിയാം. ഓക്കെ. പിന്നെപ്പോ ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും പ്രശ്നമില്ല ബ്രോ. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓക്കെ. ലാംഗ്വേജ് ഒന്നും പ്രശ്നമേ ഇല്ല. പിന്നെ ഇനിയിപ്പോ ഇത് മാറ്റിയാലേ മറ്റേത് ചെയ്യാൻ പറ്റുള്ളോ? ഏതാ? ഇത് മാറ്റിയിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണോ? എനിക്ക് ആ മറ്റേ ഇതിലെന്തെങ്കിലും അവന്മാര് ഡിസ്കൗണ്ട് ചെയ്ത് തരുമെങ്കിലേ, അല്ലെങ്കിൽ പിന്നെ നമ്മള് 3000 ചില്ലറ രൂപ വെറുതെ കൊടുക്കണ്ടേ? അപ്പൊ ഇത് ഇപ്പൊ ബ്രോയ്ക്ക് എന്തായാലും ഇതിന്റെ ആക്സസ് ഉണ്ടല്ലോ. അപ്പം ഒന്ന് നാളെ വല്ല ഒന്ന് കേറി നോക്കിട്ടെ, സമയം കിട്ടുമ്പോ ഒന്ന് കേറി നോക്കിയിട്ട് ഇതിലെന്താണ് സംഭവം എന്നുള്ളത് നോക്കിയാ മതി. അവരെന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സാധനം ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് വേണമെങ്കിൽ നാളെ രാത്രി ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യാം. പിന്നെ ഇത് മെറ്റ ഒന്ന് ഓപ്പൺ ആക്കും. മെറ്റ ഇപ്പൊ എന്താ അവസ്ഥ നോക്കല്ലേ? നിങ്ങള് ഇത് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ആഡ് അക്കൗണ്ട് അപ്പം വേണമെങ്കിൽ അല്ലെങ്കിൽ നാളെ ചെയ്യാം. ഓക്കെ. അപ്പം ഇവിടെ വെച്ച് മറ്റേ എന്താന്ന് അറിഞ്ഞിട്ടേ എല്ലാം കൂടെ മെറ്റയില് ആക്സും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടേ നമ്മളാ കൊടുക്കുന്ന പൈസക്ക് വർത്തായിട്ടുള്ള ഒരു സാധനം കിട്ടണ്ടേ? ഓക്കെ. അപ്പം അതൊന്ന് സെറ്റപ്പ് ചെയ്യും. ഇതിപ്പം വേറൊന്നും ഇല്ലല്ലോ? വേറൊന്നുമില്ല. ഓക്കെ. അപ്പം എന്തായാലും നാളെ കണക്ട് ചെയ്യുമല്ലോ. അപ്പം ഓക്കെ എന്നാ നാളെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. ശരി.